നേരെ അതായത് ഗേറ്റിന് മുൻപിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന പതിവ് ശൈലി വിട്ടിട്ട് പ്രകടനം എത്തിയുടൻ തന്നെ ബാരിക്കേഡിന് മുകളിലൂടെ ഗേറ്റ് ചാടി അകത്തേക്ക് കടന്ന പ്രവർത്തകർ വൈസ് ചാൻസലറുടെ ഓഫീസിനടുത്തേക്ക് പോലീസിന്റെ കണ്ണുവെട്ടിച്ച് എത്തുന്ന കാഴ്ചയായിരുന്നു. അതായത് അകത്ത് ഇപ്പോഴും പല വശങ്ങളിലായി കയറി നിന്ന് മുദ്രാവാക്യം മുഴക്കുകയാണ് SFI പ്രവർത്തകർ. ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങൾ അകത്ത് ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇല്ല. പക്ഷേ കൂടുതൽ പ്രവർത്തകർ സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തിക്കൊണ്ട് പ്രതിഷേധം കടുപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. അതായത് കഴിഞ്ഞ ദിവസം ഞായറാഴ്ച നടന്ന സിൻഡിക്കേറ്റ് യോഗത്തിന് പിന്നാലെയാണ് നാടകീയമായ രംഗങ്ങൾ സർവകലാശാല ആസ്ഥാനത്ത് അരങ്ങേറാൻ തുടങ്ങിയത്. ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ പ്രതിഷേധം സമാനതകളില്ലാത്ത ഒരു പോരാട്ടത്തിലേക്ക് കടക്കുന്നു. ഇതാ പോലീസിനെ തള്ളി മാറ്റിക്കൊണ്ട് സർവകലാശാലയുടെ പ്രധാന കവാടം തള്ളി തുറന്ന് അകത്തേക്ക് കടക്കാനുള്ള പ്രവർത്തകരുടെ നീക്കം പോലീസ് ചെറുക്കുകയാണ്. ബാരിക്കേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് പോലീസ് അത് ചെറുക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അവരെ തള്ളി മാറ്റിക്കൊണ്ടാണ് പോലീസിന്റെ ലാത്തിയും ബാരിക്കേഡും എറിഞ്ഞുകൊണ്ട്, അതായത് വളരെ പ്രകോപനപരമായ തരത്തിൽ ഈ പ്രതിഷേധം ഇപ്പോൾ സർവകലാശാല കവാടത്തിൽ പുരോഗമിക്കുന്നത്. ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. സർവകലാശാലയ്ക്കുള്ളിലേക്ക് കടന്നിരിക്കുകയാണ്. പോലീസിന് നിയന്ത്രിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് സംഘർഷം വ്യാപിക്കുന്ന സാഹചര്യമാണ്. കടുത്ത നീക്കങ്ങളിലേക്ക് VC-യും ഗവർണറും കടക്കുന്ന പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിഷേധം കനപ്പിക്കുകയാണ് SFI. ഡാൻ, ഒരിക്കൽ കൂടി നിയമപരമായിട്ട് കൂടി ഗവർണറുടെ കൂടുതൽ മുൻതൂക്കം കിട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്നുള്ള സൂചനകളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെല്ലാം കടുത്ത തീരുമാനങ്ങളിലേക്ക് കടക്കാനാണ് സാധ്യത? നേരത്തെ പറഞ്ഞ പോലെ സിൻഡിക്കേറ്റ് പിരിച്ചുവിടുന്നതടക്കം ഇതൊക്കെ ഒരുപക്ഷെ ഉടനടി ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നും വിലയിരുത്തണോ? അങ്ങനെ ഒരു കടുത്ത നീക്കങ്ങളിലേക്ക് ഗവർണർ പെട്ടെന്ന് കടക്കാനുള്ള സാധ്യതയുണ്ടോ? അപർണ, കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ അകത്തേക്ക് എത്തുകയാണ്. അതായത് പോലീസിന്റെ നിയന്ത്രണങ്ങൾക്ക് അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയ പശ്ചാത്തലത്തിൽ കടുത്ത നടപടിയിലേക്ക് കടക്കുന്നു. പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അവിടെ ചെടിച്ചട്ടികളടക്കം പ്രവർത്തകർ തകർക്കുകയും അത് കൂടുതൽ പ്രകോപനത്തിലേക്ക് നീങ്ങുമെന്ന ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കൃത്യമായി പോലീസ് ഒരു ആക്ഷനിലേക്ക് കടക്കുന്നത്. അതായത് ബലം പ്രയോഗിച്ച് തന്നെ പ്രവർത്തകരെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് അകത്തേക്ക് നീക്കാനുള്ള ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുകയാണ്. സംയമനം വെടിഞ്ഞ കൃത്യമായ ഒരു നടപടിയിലേക്ക് പോലീസ് കടക്കുകയാണ്. പ്രവർത്തകർ ഇവിടെ നിന്ന് ആദ്യം പറഞ്ഞ് നീക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതെ വൈസ് ചാൻസലറുടെ ഓഫീസിനടുത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായതോടെയാണ് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിക്കൊണ്ട് ഈ പ്രതിഷേധം കടുപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അവിടെ ബലം പ്രയോഗിച്ച പോലീസ് ബസ്സുകൾ നീക്കുന്ന കാഴ്ചയാണ് സർവകലാശാല ആസ്ഥാനത്ത് ഇപ്പോൾ കാണാൻ കഴിയുന്നത്.
കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് അതിക്രമിച്ചു കയറിയ SFI പ്രവർത്തകർ ഇപ്പോഴും അവിടെ തമ്പടിച്ചു നിൽക്കുകയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സർവകലാശാല ആസ്ഥാനത്ത് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പ്രതിഷേധം പതിവാണ്. പക്ഷേ ഇന്നിപ്പോൾ ക്യാമ്പസിനകത്തേക്ക് അതിക്രമിച്ച് കയറിയ പ്രവർത്തകരെ പോലീസ് ആദ്യഘട്ടത്തിൽ തടഞ്ഞില്ല. ഇപ്പോൾ ക്യാമ്പസിനകത്ത് കയറി കെട്ടിടത്തിനകത്തേക്ക്